നമസ്കാരം. ആരോഗ്യവകുപ്പിൻ്റെയോ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെയോ അനുമതിയില്ലാതെ ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഡോക്ടർമാരെ പിരിച്ചുവിടാൻ വകുപ്പുകൾ നടപടികൾ ഒരുക്കുന്നു. ജോലിക്ക് ഹാജരാകാത്ത ഡോക്ടർമാരുടെ പേര് വിവരങ്ങൾ സർക്കാർ പ്രസിദ്ധീകരിച്ചു. ഡോക്ടർമാരുടെ പേര്, വിലാസം, ജോലി ചെയ്തിരുന്ന ആശുപത്രി എന്നീ വിവരങ്ങൾ അടക്കം പത്രങ്ങളിൽ ആരോഗ്യവകുപ്പ് പരസ്യം നൽകി. മെഡിക്കൽ കോളേജുകളിൽ ഡോക്ടർമാർക്കെതിരെയാണ് നടപടി. 15 ദിവസത്തിനുള്ളിൽ ഇവരെ പിരിച്ചുവിടുമെന്നാണ് അറിയിപ്പ്. ഡോക്ടർമാർ ഉൾപ്പെടെ 2000-ഓളം ജീവനക്കാർ ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നുണ്ട്. ഇതിൽ ഡോക്ടർമാർക്കെതിരെ മാത്രമാണ് നിലവിൽ നടപടി എടുക്കുന്നത്. ജനറൽ മെഡിസിൻ, ഹൃദ്രോഗ ചികിത്സാ വിഭാഗം, അനസ്തേഷ്യ തുടങ്ങിയ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ഡോക്ടർമാരും ഈ പട്ടികയിലുണ്ട്. ഇവർക്ക് തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് നേരത്തെ ആരോഗ്യവകുപ്പ്. പ്രതികരണം ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ പിരിച്ചുവിടൽ നടപടിക്ക് തയ്യാറാകുന്നത്. സംസ്ഥാനത്ത് ഡോക്ടർമാരുടെ കുറവ് മൂലം മെഡിക്കൽ കോളേജുകളുടേതടക്കമുള്ള പ്രവർത്തനം പ്രതിസന്ധിയിലാണ്. മഴക്കാല രോഗങ്ങൾ കൂടിയായതോടെ പ്രശ്നം അതിരൂക്ഷം. സ്വകാര്യ ആശുപത്രികളിൽ ജോലിക്ക് കയറിയിരിക്കുകയാണ് ചില ഡോക്ടർമാർ. മറ്റു ചിലർ വിദേശത്തേക്ക് പോയിരിക്കുന്നു. എന്നാൽ ഇവരാരും രാജിവെച്ചിട്ടല്ല മറ്റ് ജോലികൾക്ക് പോയിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. വിരമിക്കുന്നതിന് മുൻപ് ജോലിയിൽ തിരികെ പ്രവേശിച്ച് പെൻഷൻ ഉറപ്പാക്കാൻ വേണ്ടി നടത്തുന്ന തട്ടിപ്പാണ് ഇപ്പോൾ സർക്കാർ പൊളിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്തിരുന്ന NP മുഹമ്മദ് അസ്ലം എന്ന ഡോക്ടർ കഴിഞ്ഞ 16 വർഷമായി ജോലിയിൽ നിന്ന് അനധികൃതമായി വിട്ടുനിൽക്കുകയാണ് എന്നാണ് സൂചന. ഇയാൾക്കെതിരെ ഇതുവരെ വകുപ്പ് നടപടിയെടുത്തില്ല എന്ന വിചിത്രമായ അവസ്ഥയുമുണ്ട്. 2018-ൽ അനധികൃതമായി ജോലിക്ക് ഹാജരാകാതിരുന്ന 50ഓളം ഡോക്ടർമാരെ പിരിച്ചുവിടുന്നതായി വാർത്തകൾ വന്നിരുന്നു. എന്നാൽ പുതിയ പരസ്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ പിരിച്ചുവിടൽ നടന്നില്ല എന്നാണ്. 2020-ലും പിരിച്ചുവിടുമെന്ന ഭീഷണിയുമായി സർക്കാർ എത്തിയിരുന്നു. അന്ന് 337 ഡോക്ടർമാരെ പിരിച്ചുവിടുമെന്നാണ് പറഞ്ഞത്. ഇങ്ങനെ പിരിച്ചുവിടൽ നടന്നിരുന്നു എങ്കിൽ 16 വർഷമായി ജോലിക്ക് ഹാജരാകാത്ത ഡോക്ടർമാർ എങ്ങനെ ഇവിടെ ബാക്കിയായി എന്ന ചോദ്യവും ഉയരുന്നു. ഡോക്ടർമാർക്ക് വൻ ശമ്പളം വാഗ്ദാനം ചെയ്ത് സ്വകാര്യ ആശുപത്രികൾ വൻതോതിൽ മുളച്ചുപൊന്തുന്ന സാഹചര്യത്തിലാണ് പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുന്നത്. സർക്കാർ ആശുപത്രിയിൽ നിന്നാൽ ലഭിക്കുന്നതിനേക്കാൾ 10 മടങ്ങ് ശമ്പളം വാഗ്ദാനം ചെയ്ത് സ്വകാര്യ ആശുപത്രികൾ എത്തുന്നതോടെ ഡോക്ടർമാർ പതിയെ ജോലിയിൽ നിന്ന് മാറി നിൽക്കുന്നു. ഇതിന് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ പലരുടെയും ഒത്താശയുണ്ടെന്നാണ് വിവരം. ലോങ് ലീവ് എന്ന വ്യാജേന ഇത്തരത്തിൽ ലീവെടുത്താണ് ഡോക്ടർമാർ പലരും മുങ്ങുന്നത്. കേരളത്തിൽ മാത്രമല്ല, വിദേശത്തെ വലിയ വലിയ ആശുപത്രികളിലേക്കും കേരളത്തിലെ ഡോക്ടർമാർ സർക്കാർ സർവീസിൽ ഇരുന്നു കൊണ്ട് തന്നെ പോകാറുണ്ട്. അവിടെ ലക്ഷങ്ങളാണ് ശമ്പളം. എന്നാൽ തിരിച്ചു വന്ന് ഇവിടെ കുറച്ചു കാലം ജോലി ചെയ്ത് ആജീവനാന്ത പെൻഷനും മറ്റ് സംഭവങ്ങളും ഉറപ്പാക്കുകയും ചെയ്യും. ഇത് രോഗികളെയും പൊതുജനങ്ങളെയും സർക്കാരിനെയും പറ്റിക്കുന്നതല്ലേ, അവരെ വെല്ലുവിളിക്കുന്നതല്ലേ എന്ന ചോദ്യം ഉയരുകയാണ്. ഇത്തരത്തിൽ സ്വന്തം കർമ്മത്തോട് ഒരു ഉത്തരവാദിത്വമില്ലാതെ പണം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് കേരളത്തിലെ പാവപ്പെട്ട രോഗികളെ വഴിയാധാരമാക്കിക്കൊണ്ട് ഡോക്ടർമാർ ഈ രീതിയിൽ പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും നടപടിയെടുക്കണം. പക്ഷേ ഇതുവരെ പിരിച്ചുവിടൽ നടപടി ഉണ്ടായിട്ടില്ല എന്നത് ശ്രദ്ധേയമായ മറ്റൊരു കാര്യമാണ്. പല വർഷങ്ങളിലായി ഇത്തരം പിരിച്ചുവിടൽ നടപടികളുടെ പട്ടിക പുറത്തുവിടുന്നുണ്ട്. പക്ഷേ ആരെയും ഇതുവരെ പിരിച്ചുവിട്ടിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇനിയും ഇത്തരം ഗിമ്മിക്കുകൾ കാണിച്ച് ജനങ്ങളെയും രോഗികളെയും ഒക്കെ മണ്ടന്മാരാക്കാനാണോ സർക്കാരും ഡോക്ടർമാരും ചേർന്ന് ശ്രമിക്കുന്നത് എന്ന ചോദ്യം കൂടി ഇവിടെ ഉയർന്നു വരുന്നുണ്ട്. അതൊരു ആരോപണമായി തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നു, പരാതിയായി തന്നെ. സർക്കാർ സർവീസിൽ PSC പരീക്ഷ എഴുതി കയറി ഉത്തരവാദിത്തമുള്ള സേവനം മുമ്പോട്ട് കൊണ്ടുപോകാതെ പകുതി വഴിയിൽ വെച്ച് പേരെടുത്തു കഴിഞ്ഞാൽ സ്വകാര്യ ആശുപത്രികളിലേക്കും വിദേശ ആശുപത്രികളിലേക്കും ഒളിച്ചോടുന്ന ഡോക്ടർമാരെ ശക്തമായി തന്നെ നിയന്ത്രിക്കേണ്ടത്, ആ സംവിധാനം തന്നെ ഇല്ലാതാക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ ലോങ് ലീവ് എന്ന് പറയുന്ന പരിപാടി ഡോക്ടർമാർക്ക്, അതുപോലെ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന മറ്റുള്ളവർക്ക് കൊടുക്കരുത് എന്നുള്ള ഒരു അഭിപ്രായവും ഉയർന്നു വരുന്നുണ്ട്.